ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ചെന്നൈ വരെ പോയി വന്നാൽ അങ്ങനെയാണെങ്കിൽ എനിക്കാണെങ്കിൽ അവിടെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് ശരിയാക്കാൻ വേണ്ടി അക്ഷയയിലൊക്കെ വന്ന് അങ്ങനെ നമ്മൾ പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് എമർജൻസിയാണ് എടുത്തത്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ പിരിയാൻ റെഡി ചെയ്യാനാണ് പോയത്. കാരണം കാട് പോലെ വളർന്നിടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇൻ്റർവ്യൂ അല്ല, അപ്പോൾ കുറച്ച് മെനയായിട്ട് പോകാമല്ലോ ഏത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് നമ്മൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിലാണ് പോയത്. കാരണം അവിടെ നിന്ന് നേരെ കൊല്ലം ഉണ്ടോ നോക്കാൻ വേണ്ടി. പക്ഷേ അവിടെ ആ ടൈമിൽ കൊല്ലം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ തന്നെ നമുക്ക് കൊല്ലത്തിന് ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ പപ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മൊത്തം ഉണ്ടായിരുന്നു. അത് നമ്മൾ കൊല്ലത്തൊക്കെ എത്തി. പിന്നെ ആണെങ്കിൽ വൈകിട്ട് 4 മണിക്കായിരുന്നു. അപ്പോൾ നമ്മൾ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് 3:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലത്ത് വന്നു. പിന്നെ അങ്ങനെ നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കൊന്നും ഫുഡൊന്നും കഴിച്ചില്ല. ഇത് റെഡിയാക്കുന്നത് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെങ്കിൽ അവിടുത്തെ അടുത്തുള്ള കടയിൽ കയറി നല്ലൊരു മീൽസ് കഴിച്ച് നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. കാരണം നമുക്ക് സ്ലീപ്പർ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അവൾ വന്നിട്ടാണ് എടുത്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഗംഗയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അതിൽ കയറിയപ്പോൾ നമ്മൾ ചോദിച്ചു എന്നാൽ ടീച്ചറിനെ കണ്ട് നമുക്ക് ഒന്ന് കൺവേർട്ട് ആക്കാമെന്ന്. പക്ഷേ ഒത്തില്ല. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പായപ്പോൾ നമ്മൾ വീണ്ടും ജനറൽ കയറി. പിന്നെ അവിടെ കയറി നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കാഴ്ചകളും കണ്ടിട്ട് അങ്ങനെ പോവാണ്. പിന്നെ ആണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനാണെങ്കിൽ പിന്നെ മണ്ടിയിലൊക്കെ കയറി. കാരണം ഉറങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും വകുപ്പുണ്ടോയെന്ന്. അപ്പോൾ നല്ല നല്ല ആൾക്കാർ കൂടിയാണ് വന്നത്. എന്താണെന്നറിയില്ല, ആൾക്കാർ ആരും ഒന്നും എണ്ണിക്കാനൊന്നും പറഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് നല്ലൊരു ഉറക്കവും പാസ്സാക്കിയിട്ട് പിന്നെ നമ്മൾ താഴെ വന്നിട്ട് ചിപ്സും പപ്സും കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ പിടിച്ച് മണ്ടയിലും കിടത്തി. അങ്ങനെ പിന്നെ അതെങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ രാവിലെ എണ്ണിച്ചിട്ട് ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. കാരണം ഉറക്കമൊന്നും അങ്ങനെ നല്ലപോലെ ശരിയായില്ല. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തി. കാരണം ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഇത്ര ഇതൊന്നും ഇല്ലായിരുന്നു. നമുക്ക് അവിടെ പോയപ്പോൾ നല്ല ഷോപ്പുകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കിളിവാർ നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ആണെങ്കിൽ പിന്നെ ഒരു ഓട്ടോ വിളിച്ചാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കാനൊന്ന് ഫ്രഷപ്പ് ആവാനും വേണ്ടി പോയത്. എന്തൊരു വില, 1 കിലോമീറ്റർ പോലും ആയിട്ടില്ല. അതിന് അവർ നമ്മുടെ നിന്ന് മേടിച്ചത് 100 രൂപയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ ഇതാ കിടക്കുന്നത് വീണ്ടും. എന്തൊരു ചിലവാണ് ഇവിടെ. അങ്ങനെ ഒരാൾക്ക് തന്നെ 300 വെച്ചിട്ടാണ് പെർ ഹെഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെയൊക്കെ റൂമൊക്കെ വന്ന് പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം ഒക്കെയാണ്. അങ്ങനെ നമ്മൾ പോയി ഇനിയിപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി നമുക്കിനി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അങ്ങനെ ഞാനൊക്കെ റെഡിയായി. അങ്ങനെ അവളും റെഡിയായി. നമ്മളതിന് അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ 4 പേരും കൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഇനിയിപ്പം മെട്രോയിലാണ് പോകേണ്ടത്. അങ്ങനെ നമ്മളാണെങ്കിൽ അവിടെ ബസ് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് വുമൻസിനൊക്കെ ഫ്രീ ആണ് ടിക്കറ്റ്. അങ്ങനെ നമ്മളിവിടെ എത്തി. അങ്ങനെ ഇതൊക്കെ പാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ നേരെ മെട്രോയിൽ കയറി. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇനി എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമുക്കിനി PCC ആണ് റെഡി ആക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് ബസ്സിലൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ 2ാം ദിവസം കൊണ്ട് പൈസ കൊടുത്തിട്ടാണ് പോയത്. പിന്നെ ആണെങ്കിൽ സാറ് നമ്മളെ കൊണ്ടുള്ള വെയിലത്ത് മൊത്തം നടത്തിക്കുകയാണ്. കാരണം അവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളും പിന്നെ അവിടുത്തെ അക്ഷയയിലും പോകണം. കാരണം നമുക്ക് PCC റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള വെയിലത്ത് മൊത്തം നമ്മൾ സാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സാറാണെങ്കിൽ നമുക്ക് നല്ല കരിമ്പ് ജ്യൂസ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച് നമ്മളിവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ റെഡിയാക്കിക്കുക. അപ്പോൾ ഒരു കുഞ്ഞി പെണ്ണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണിക്കായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ അതിനകത്ത് മുട്ടായി നമ്മുടെ ക്ലേശ ഐറ്റമായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മളതിനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുമല്ല പിന്നെ ആളുടെ അമ്മയായിട്ടും നമ്മൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്നത് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഈ ചൂടും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കൂടിയായിരുന്നു. പിന്നെ സാറാണെങ്കിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എല്ലാം വെള്ളമൊക്കെ മേടിച്ച് തരുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ മെട്രോയിലെ അകത്ത് തന്നെയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫുഡൊക്കെ ഓക്കെ ആണോ അല്ലേന്ന്. പിന്നെ ഇവിടെ കയറി ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് അതങ്ങ് മാറിക്കിട്ടി. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ നൂഡിൽസാണ് മേടിച്ചത്. പിന്നെ ഞാൻ ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇനിയിപ്പം മെട്രോയിൽ കയറി നമ്മൾ വന്ന അടുത്ത് തന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി കയറി. അങ്ങനെ നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് അവർ പോയി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണ്. പിന്നെ നമ്മളവിടെ വെറുതെ ഇരുന്നപ്പോൾ നോക്കിയപ്പോൾ അവിടെ സൈഡിൽ മാങ്ങയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊതികേറിന് നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ എന്തായാലും നമുക്ക് 7:30ക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ പോയി ഡ്രസ്സും ചേഞ്ച് ആക്കി നമ്മൾ ട്രെയിനിൽ കയറി. അവിടെ കയറിയപ്പോൾ നോക്കി നമ്മുടെ സീറ്റിലാണെങ്കിൽ 4 പേര് ഇരിക്കേണ്ടടുത്ത് 6 പേരൊക്കെ ഇന്ന് കുത്തി നെരുങ്ങിയാണ് നമ്മൾ വന്നത്. പിന്നെ നല്ലപോലെ ഉറക്കമൊന്നും ശരിയായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ എന്തായാലും നമ്മൾ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ കാഴ്ചകളും കണ്ട് അങ്ങനെ നമ്മുടെ കൊല്ലമൊക്കെ എത്താറായിട്ട്. ഇത് മൺട്രോത്തുരത്താണ്.
അപ്പം എൻ്റെ ഒരു ചെന്നൈ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.